ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യൂ ആർട്ട് ബൈ റിനു. അപ്പോൾ ഇന്ന് വീക്കെൻഡാണ്. അപ്പോൾ ഞാൻ കുക്കിംഗ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന പൊതിച്ചോറ് ഉണ്ടാക്കിയാണ്. അപ്പോൾ നമ്മൾ എല്ലാ വീക്കെൻഡിലും ഒരുവിധം എല്ലാ വീക്കെൻഡിലും നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ട് ആഷിക്കാക്കും അതുപോലെ തന്നെ അച്ചിലുവിൻ്റെ കസിനും ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് അത് ചെയ്യണതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു. പൊതിച്ചോറെന്ന് പറയാൻ പറ്റില്ല, ഫോയിൽ ചോറെന്ന് പറയേണ്ടി വരും. കാരണം പൊതിച്ചോറെന്ന് പറയുമ്പോൾ നമ്മൾ ഇലയിലൊക്കെ ആണല്ലോ പൊതിയുക. ഇത് നമ്മൾ ഫോയിൽ വെച്ചിട്ടാണ് കേട്ടോ പൊതിയുന്നത്. അപ്പോൾ നമ്മൾ ചെമ്മീൻ കറി, അതുപോലെ തന്നെ പച്ചക്കറി, പിന്നെ ചെമ്മീൻ വറുത്തത്, ചാള, നല്ല ചാള നാട്ടിലത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചാള വറുത്തതൊക്കെയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെമ്മീൻ കായം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ചെമ്മീൻ കറിയാണ് വെക്കണത്. അപ്പോൾ ഇന്നലെ ചെമ്മീൻ വാങ്ങിച്ചു കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മൾ നന്നാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് നമ്മൾ വാഷ് ചെയ്തിട്ട് ഒന്ന് കായം തേച്ച് വെച്ചു. ഇനി അടുത്തത് ചെമ്മീൻ കറിയാണ്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ നാട്ടിൽ നിന്ന് ചക്ക കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്കയുടെ കുരു 2-3 കുരു ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ ചെമ്മീൻ കറിയിൽ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെമ്മീൻ കറിയിൽ ചക്കക്കുരും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട എല്ലാ ഐറ്റംസും ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 വലിയ വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി, അതുപോലെ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, പിന്നെ നമ്മൾ പറഞ്ഞ പോലെ 3 ചക്കക്കുരു ഉണ്ടായിരുന്നു. അപ്പോൾ അതും കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കുടംപുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2-3 പീസ് കുടംപുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൂടെ നന്നായിട്ട്, പിന്നെ കുറച്ച് ചെറിയ പീസ് സബോള എടുത്തിട്ടുണ്ട് കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. അവയൊക്കെ കൂടെ നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ശരിക്കും ചുവന്നുള്ളിയാണ് വേണ്ടത്. ചുവന്നുള്ളി ഇല്ലാത്ത കാരണമാണ് ഞാൻ സബോള എടുത്തിരിക്കുന്നത്. ചുവന്നുള്ളി ആകുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റും കൂടുതലുണ്ടാവും. അപ്പോൾ സബോളനായിട്ട് നല്ലത് ചുവന്നുള്ളി തന്നെയാണ് കേട്ടോ. അതുപോലെ മിക്സ് ചെയ്യുമ്പോൾ ചിലവരൊക്കെ മിക്സിയിലിട്ട് അടിക്കും. അതിലും നല്ലത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് മിക്സ് ചെയ്യുന്നതാണ്. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീനും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുടംപുളി, അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, പിന്നെ 2 ഗ്ലാസ് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ചെമ്മീൻ വേവിച്ചെടുക്കുക. ചെമ്മീനും അതുപോലെ തന്നെ ചെമ്മീൻ വേവണോടൊപ്പം നമ്മൾ ഈ കുടംപുളിയുടെ പുളിയും കൂടെ ഇതിൽ ഇറങ്ങി വരും. എന്നിട്ട് അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കണം. ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂണ് പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം ഉണ്ടല്ലോ അത്, പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ നോർമൽ മുളക് പൊടി മതി, കാശ്മീരി ചില്ലി ഒന്നും വേണമെന്നില്ല. അതുപോലെ മല്ലിപ്പൊടി 1 ടീസ്പൂണ്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായി അരിഞ്ഞ് കിട്ടണം, ചെറിയ തെരി ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മളെ ചെമ്മീൻ ഒരുവിധമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുടംപുളിയും പുളിയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. പുളി കുറച്ച് കുറവുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ 2 അല്ലിയും കൂടി ഇട്ട് കൊടുത്തു. നോർമൽ ഉള്ള വാളം പുളിയൊക്കെ ഉണ്ടല്ലോ, അതിനായിട്ടൊക്കെ നല്ലതാണ് നമ്മളെ കുടംപുളി, നമ്മളെ വയറിനൊക്കെ നല്ലതാണ് കുടംപുളി. അപ്പോൾ ഞാൻ ഇവിടെ കൂടുതലും കുടംപുളി തന്നെയാണ് യൂസ് ചെയ്യാറ്. അങ്ങനെ നമ്മൾ അരപ്പ് തയ്യാറായിട്ടുണ്ടായിരുന്നു. അത് നന്നായി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് വറ്റിച്ചെടുക്കുക. അങ്ങനെ കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ഉപ്പും പുളിയൊക്കെ നോക്കുക. എന്നിട്ട് നിങ്ങളെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പും പുളിയൊക്കെ ഇടുക. പുളി കുറവാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടിയും കുടംപുളി ഇട്ട് കൊടുത്താൽ മതി. കുടംപുളി പെട്ടെന്ന് പുളി ഇറങ്ങില്ല, കുറച്ച് ടൈം എടുക്കും. അപ്പോൾ കുറച്ച് കറി ഇരുന്നാലാണ് അതിൻ്റെ പുളി ഇങ്ങനെ ഇറങ്ങി വരുള്ളൂ. അതുപോലെ വേപ്പില നമ്മൾ ഫസ്റ്റിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ പിന്നെ അത് വിട്ടുപോയി. അപ്പോൾ ഇപ്പോൾ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കത് തൂമിക്കണം. തൂമിക്കാന്ന് വെച്ചാൽ കറി കാച്ചെടുക്കില്ലേ, അതിനാണ് കേട്ടോ പറയുക. അങ്ങനെ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഞാനിവിടെ സബോളയാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും ചുവന്നുള്ളിയാണ് വേണ്ടത്. ചുവന്നുള്ളി ഇല്ലാത്ത കാരണം ഞാൻ സബോള ചെറിയതായിട്ട് അരിഞ്ഞിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ, വാടിക്കഴിഞ്ഞാൽ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഒരു 2 പിഞ്ച് അങ്ങനെ ഉലുവ മതി. എന്നിട്ട് അതൊന്ന് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷമാണ് തൂമിക്കേണ്ടത്. ഇത് ഓൾറെഡി ഓഫ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മൾ മൺചട്ടിയിൽ വെക്കുമ്പോൾ അറിയാലോ, ഓഫ് ചെയ്താലും അത് കുറച്ച് കഴിഞ്ഞാലാണ് അത് ചൂടാറുള്ളൂ. അങ്ങനെ നമ്മൾ കുറച്ച് സമയം കറി മൂടി വെക്കണം, എന്നാലാണ് ആ സ്മെല്ലൊക്കെ ഒരു സെറ്റ് ആവുള്ളൂ. പക്ഷേ എനിക്ക് അധികം ക്ഷമല്ല. കറി തൂമിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇടയ്ക്ക് പോയിട്ട് കറി തുറന്ന് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ചൂടാറി കറി തുറന്ന് നോക്കിയിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്.
ഇത് ശരിക്കും സ്പെഷ്യലായിട്ടുള്ള ചെമ്മീൻ കറി ആയിട്ടില്ല കേട്ടോ. കാരണം ഇതിൽ ചുവന്നുള്ളി ഉണ്ടായിരുന്നില്ല, അതിൻ്റെ പകരം സബ്ബോളാണ് ഇട്ടേക്കുന്നത്. അതിൽ ടേസ്റ്റിന് നല്ല വ്യത്യാസം വരും. അതുപോലെ തന്നെ നമുക്ക് ഈ കുടപ്പുളിയുടെ പകരം നമുക്ക് മാങ്ങ ഇതുപോലെ ഇടാൻ പറ്റും. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, ഒരുവിധം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെമ്മീൻ കറിയുടെ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് നേരത്തെ കായം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീൻ വറുത്തെടുക്കുകയാണ്. അതിൻ്റെ കായത്തിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. അത് നമ്മൾ നോർമലായിട്ടുള്ളതല്ല, ഫുള്ള് പച്ചക്കായ ഉണ്ടല്ലോ, അതായത് കുരുമുളക്, അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, അതുപോലെ തന്നെ ഈ കറുകപ്പട്ടയുടെ ലീഫ് ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടുള്ള കായാണ്. സ്പെഷ്യൽ കായാണ് നമ്മൾ ഉണ്ടാക്കിയിട്ട്, നമ്മൾ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം ഈ കായത്തിൻ്റെ വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട്, വേപ്പില മാത്രമല്ല വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് തൊലിയോട് കൂടെ നന്നായി കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ചെമ്മീനല്ല കേട്ടോ, എല്ലാ വറക്കണ മീനായാലും ചിക്കനിലായാലും ഒക്കെ നമുക്ക് വെളുത്തുള്ളിയും കൂടി അങ്ങനെ ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ പിന്നെ ഇന്ന് ടൈമില്ലാത്ത കാരണം അങ്ങനെ ചെയ്തില്ല, വേപ്പില മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ. അതുപോലെ ചിലവർ ചെമ്മീൻ വറക്കുമ്പോൾ സെപ്പറേറ്റ് നമ്മൾ ചെമ്മീൻ വേവിച്ചിട്ട് അത് എന്നിട്ട് കായം തേച്ചിട്ടാണ് വറക്കൽ. ഞാൻ പക്ഷെ അതാകുമ്പോൾ ടേസ്റ്റിന് ചെറിയൊരു ചേഞ്ച് വരും. അതുകൊണ്ട് ഡയറക്റ്റ് തന്നെ നമ്മൾ കായം തേച്ചിട്ട് കുറച്ച് സമയം കായം പിടിച്ചിട്ട് ഒരു 1 hour 2 hour ഒക്കെ കായം പിടിക്കാൻ വെക്കാം. എന്നിട്ട് നമ്മളത് നല്ലതായിട്ട് ചെറിയ തീയിലിട്ടിട്ട് മൂടി വെച്ച് വേവിക്കാം. എന്നിട്ട് പിന്നെ അങ്ങനെ വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്. അങ്ങനെ നമ്മളെ ചെമ്മീൻ ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. നന്നായിട്ട് വല്ലാണ്ട് മുരിയിക്കേണ്ട, നോർമൽ ഒരു പാകത്തിന് എടുക്കുക. എന്നിട്ട് നമ്മളത് ചെമ്മീൻ നമ്മൾ മാറ്റി വെക്കുക, വെളിച്ചെണ്ണയിൽ നിന്ന് അങ്ങനെ വര വെച്ചിട്ട് അതിൻ്റെ വെളിച്ചെണ്ണ പോകാനൊക്കെ. അങ്ങനെ നമ്മൾ ചെമ്മീൻ്റെ വറക്കൽ കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് പച്ചക്കറിയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിന് നമ്മൾ പരിപ്പ് കുറച്ച് നന്നായി കഴുകിയിട്ട്, ഇപ്പോൾ ചുവന്ന പരിപ്പായാലും മഞ്ഞ പരിപ്പായാലും കുഴപ്പമില്ല, നന്നായി കഴുകിയിട്ട് മാറ്റി വെക്കുക. അതിലേക്ക് ഒരു തക്കാളി, ഒരു ചെറിയ പടവലങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 4 പച്ചമുളക്, പിന്നെ 2 വെളുത്തുള്ളി. ഇതെല്ലാം പരിപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതി. ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക, അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിന് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലൊരു ടീസ്പൂണ് പെരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ വലിയ ജീരകം ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ മീൻ കറിയിലിട്ടുള്ള അതേ സെയിം തന്നെ, അതെടുക്കുക. അതുപോലെ ചെറിയ പീസ് സബോള എടുക്കുക. ചുവന്നുള്ളിയാണ് ഇടേണ്ടത്, ചുവന്നുള്ളി ഇല്ലാത്ത കാരണം ഞാൻ സബോള ഇട്ടെന്നുള്ളൂ. പിന്നെ കുറച്ച് ഒരു 8 മണി കുരുമുളകും കൂടി എടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരയണം. ഇതിൻ്റെ അരപ്പാണ് ഏറ്റവും പ്രധാനം. കാരണം നമ്മൾ അരവ് കുറവാണെങ്കിൽ തെരി പോലെയായിട്ട് കിടക്കും. നന്നായിട്ട് അരയണം. എന്നിട്ട് നമ്മൾ ഈ പരിപ്പ് നേരത്തെ വേവിച്ച് വെച്ച പരിപ്പൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കുമ്പോൾ വെള്ളം കുറച്ച് കുറവ് ഒഴിച്ചാൽ മതി കേട്ടോ. ഞാൻ ഒഴിച്ചതിൽ കുറച്ച് വെള്ളം കൂടുതലായിട്ടുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പച്ചക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് തൂമിക്കണം. അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ടീസ്പൂണ് കടുകിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് വറ്റൽമുളകും, അതുപോലെ തന്നെ ഒരു 4 വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഈ പരിപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ പച്ചക്കറി റെഡി ആയി കഴിഞ്ഞ്, കുറച്ച് വെള്ളം കൂടിയെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പച്ചക്കറി. പിന്നെ ഈ പടവലങ്ങയുടെ പകരം നമുക്ക് വെള്ളരിക്കയോ കുമ്പളങ്ങയോ എന്താണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മളെ പച്ചക്കറി റെഡി ആയി കഴിഞ്ഞു. ഇനി അടുത്തുള്ളത് ചാളയാണ്. നമ്മൾ നാട്ടിലത്തെ പോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മളെ നെയ്യുള്ള ചാള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചാള വറക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളത് നന്നാക്കിയിട്ട് അത് കായം തേച്ച് വറക്കാൻ പോവാണ്. അപ്പോൾ നല്ല പഞ്ഞീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമ്മളെ നാട്ടിലത്തെ പോലത്തെ ചാള കിട്ടൽ കുറവാണ്, എപ്പോഴെങ്കിലും അങ്ങനെ കിട്ടുള്ളൂ. ഇങ്ങനെ അല്ല, പൊതുവേ ഉപ്പുള്ള നല്ല വലിയ ചാളയാണ് കിട്ടൽ. അങ്ങനെ നമ്മൾ ചാളൊക്കെ കായം തേച്ചിട്ട് ഒരു 40 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ വറുത്തെടുക്കുകയാണ്.
അങ്ങനെ നമ്മളെ ചാള ഒരുവിധമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഓംലേറ്റ് ഉണ്ടാക്കണം. ഓംലേറ്റ് അവിടെ ഉപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമുക്കിത് പാക്കിംഗ് ആണ്. ഇവിടെ എല്ലൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ഫോയിൽ പേപ്പറിലാണ് പാക്ക് ചെയ്യൽ. അതുപോലെ നമ്മൾ ഉച്ചക്കൽക്കല്ല, രാത്രിക്കൽക്കാണ് നമ്മൾ ഫുഡ് കൊണ്ടുപോകൽ. കാരണം ഉച്ചക്കൽ ഓൾറെഡി നമ്മൾ വീക്കെൻഡ് ആയതുകൊണ്ട് ലേറ്റ് ആയിട്ടൊക്കെ ആവും കിടക്കുക, പുറത്ത് പോലും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ വീക്കെൻഡിലാണ് ഞാൻ ഡെലിവറി ചെയ്യൽ നമ്മൾ പ്രൊഡക്ട്സൊക്കെ. അപ്പോൾ അങ്ങനെ ആയിട്ട് വീക്കെൻഡിൽ ലേറ്റായും നമ്മൾ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ രാത്രിക്കൽക്കാണ് ഫുഡൊക്കെ ആക്കുക. അങ്ങനെ ഉപ്പ ഓരോന്നായിട്ട് പാക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ ഐറ്റംസും വെച്ചിട്ട്. പിന്നെ പപ്പടം വറുത്തതും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് ഒരു ചെറിയ കവറിലാണ് ആക്കുക. അങ്ങനെ നമ്മൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഇത് കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോയോണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് അച്ഛലോൻ്റെ അടുത്തേക്കാണ് പോയത്. അതോടെ അടുത്ത് തന്നെയാണ്. അവൻ വർക്ക് ചെയ്യുന്നത് ചോക്ലേറ്റ് അതുപോലെ തന്നെ കേക്ക് അങ്ങനെയുള്ളൊരു ഷോപ്പിലാണ്. അപ്പോൾ അടുത്ത് തന്നെയാണ്, ഉംസലാലാണ്. അപ്പോൾ അവിടെ പോയി ഫസ്റ്റ് അവനക്ക് നമ്മൾ പൊതിച്ചോറൊക്കെ കൊടുത്തു. അങ്ങനെ നമ്മൾ അടുത്തത് ആഷിക്കാടെ അടുത്തേക്കാണ് പോണത്. ആഷിക്കാടെ റൂം വരുന്നത് ബിന്നുമ്രാനിലാണ്. അത് ഇവിടുന്ന് കുറച്ച് ലോങ്ങാണ്. അങ്ങനെ അവിടെ എത്തി ആഷിക്കാക്ക് ഫുഡൊക്കെ കൊടുത്ത് എത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്